മലയാള സിനിമയുടെ പ്രതാപം നിലനിർത്തണമെന്നും നയരൂപീകരണ വേളയിൽ മക്കൾ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പിലാക്കണമെന്നും ഷെവലിയർ സി ചാക്കുണ്ണി മലയാള ചലച്ചിത്ര കാണികൾ നൽകിയ സ്വീകരണത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. തപാൽ വകുപ്പിന്റെ പ്രത്യേക സുവനീർ ലഭിച്ചതിനും കേന്ദ്ര സംസ്ഥാന GST കൗൺസിൽ പരാതി പരിഹാര സമിതിയിൽ അംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ടതിനുമാണ് മലയാള ചലച്ചിത്ര കാണികൾ നേതൃത്വത്തിൽ സി ചാക്കുണ്ണിക്ക് സ്വീകരണമൊരുക്കിയത്. നമ്മൾ ഇതിന് ചെറിയൊരു പ്രചാരണം കൊടുക്കുന്നത് സംഘടനയ്ക്കോ വ്യക്തിപരമായ ഒരു പബ്ലിസിറ്റി ഉദ്ദേശമല്ല. അത് കണ്ട് പലരും ഏറ്റെടുക്കുന്നുണ്ട്. അതിന്റെ ഉദാഹരണം വിഷ്കൈനേക്ക് നമ്മൾ ആരംഭിച്ച് കുറെ കാലമായി. ഈ വർഷം വേറെ സംഘടനകൾ മുന്നോട്ട് വരുന്നു. പണ്ട് ഒരു സ്ഥലത്ത് നമ്മൾ അതിമന്ദിരത്തിൽ കൊടുത്തതിന് പകരം ഇപ്പോൾ 2-3 സ്ഥലത്ത് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഇത് ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ചെറിയൊരു ഉദ്ദേശമല്ല. സ്വയം പബ്ലിസിറ്റി സംഘടനകൾ ഉദ്ദേശിച്ചല്ല. സംഘടന യാതൊരു സാമ്പത്തിക പിരിവ് എടുക്കാറില്ല. പക്ഷെ പ്രധാനപ്പെട്ട ആൾക്കാർ വളരെ സ്പോൺസർ ചെയ്യുമ്പോൾ അവർക്ക് നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്. അതായത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ നന്ദി പറയുന്നത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോഴിക്കോട് വർത്തക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ മക്കൾ പ്രസിഡന്റ് PI അജയൻ അധ്യക്ഷത വഹിച്ചു. തപാൽ വകുപ്പിന്റെ സുകന്യ സമൃദ്ധി പദ്ധതി, തുടർച്ചയായി വിഷു കൈനീട്ടം, പ്രത്യേക സ്റ്റാമ്പ് ഇറക്കൽ, സ്പെഷ്യൽ കവറുകൾ ഇറക്കൽ എന്നീ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിച്ചതിനാണ് സീനിയർ പോസ്റ്റ് ഫോറം അംഗം കൂടിയായ ഷെവലിയർ ചാക്കുണ്ണിക്ക് അംഗീകാരം ലഭിച്ചതെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ സീനിയർ വൈസ് പ്രസിഡന്റ് A ശിവശങ്കരൻ പറഞ്ഞു. നല്ലൊരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു പദവി ലഭിച്ചത്. അത് ശരിക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് ആധികാരികമായി തന്നെ പറയാൻ പറ്റും. ചടങ്ങിൽ കാലിക്കറ്റ് ചേംബർ മുൻ പ്രസിഡന്റ് ഡോക്ടർ K മൊയ്തു പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉപഹാരം സമർപ്പിച്ചു. സീനിയർ വൈസ് പ്രസിഡന്റ് TP വാസു പൊന്നാട അണിയിച്ചു. മക്കൾ ജനറൽ സെക്രട്ടറി C രമേശ്, ഉപഭോക്തൃ വിദ്യാഭ്യാസ സമിതി സെക്രട്ടറി പത്മനാഭൻ വേങ്ങേരി, ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി സെക്രട്ടറി ജോസി V ചുങ്കത്ത് തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും വിഖ്യാത സംവിധായകനുമായ ഷാജി N കരുണിന്റെ വിയോഗം സിനിമാ രംഗത്തിന് തീരാ നഷ്ടമെന്ന് മലയാള ചലച്ചിത്ര കാണികൾ പ്രസിഡന്റ് ഷെവലിയർ സി ചാക്കുണ്ണി. ഷാജി N കരുണിന്റെ വേർപാടിൽ സി ചാക്കുണ്ണി അനുശോചനം അറിയിച്ചു. മലയാള സിനിമയുടെ പേരും പെരുമയും ദേശീയ അന്തർദേശീയ തലത്തിൽ നിലനിർത്താൻ ആത്മാർത്ഥ ശ്രമം നടത്തിവരുന്ന വേളയിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N കരുണിന്റെ വിയോഗം സിനിമാ ലോകത്തിന് തീരാ നഷ്ടമാണെന്ന് മലയാളം ചലച്ചിത്ര കാണികൾ മക്കൾ പ്രസിഡന്റ് ഷെവലിയർ സി ചാക്കുണ്ണി പ്രസ്താവിച്ചു. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട സമിതിയിലെ അംഗമെന്ന നിലയ്ക്ക് നിരവധി ചർച്ചകൾ ഷാജി N കരുണുമായി നടത്തിയതും സൗഹൃദം പങ്കിട്ടതുമായ നിമിഷങ്ങളും അദ്ദേഹം ഓർമ്മിച്ചു. വർഷങ്ങൾക്ക് മുൻപ് പയ്യന്നൂരിൽ വെച്ച് ഓള് എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിലാണ് ആദ്യമായി ഷെവലിയർ ചാക്കുണ്ണി ഷാജി N കരുണിനെ പരിചയപ്പെട്ടത്. ഷാജി N കരുണിന്റെ ആകസ്മിക നിര്യാണത്തിൽ അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ 40ഓളം ചിത്രങ്ങളുടെ ഛായാഗ്രാഹകനും സംവിധായകനുമായ അതുല്യ പ്രതിഭയെയാണ് രാജ്യത്തിന് നഷ്ടമായതെന്നും ഷെവലിയർ ചാക്കുണ്ണി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.